നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, കർമ്മം ചെയ്യുക. രണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കുക. കർമ്മം ഏത് മനോഭാവത്തോടുകൂടി ചെയ്യണം, ഏത് മനോഭാവത്തോടുകൂടി കർമ്മഫലം അനുഭവിക്കണം എന്നതറിഞ്ഞാൽ ജീവിതം താരതമ്യേന ശാന്തവും സമാധാനപൂർണവുമായി തീരും. ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്നതിനും നമ്മുടെ കർമ്മം കൂടാതെ അനേകം ഘടകങ്ങളും കാരണമായിട്ടുണ്ട്. ഇവയെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ നാം കാംക്ഷിച്ച ഫലം ലഭിക്കുകയുള്ളൂ. ഇവിടെ ധർമ്മം ചെയ്യുക എന്ന ഒരു കാര്യം മാത്രമേ നമ്മുടെ അധീനതയിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നന്നായി കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. കൂലി വാങ്ങാതെ ജോലി ചെയ്യണം എന്നല്ല ഇതിനർത്ഥം. ഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വെടിഞ്ഞ് കർമ്മം ചെയ്താൽ കർമ്മം നന്നായി ചെയ്യുവാൻ കഴിയും. നമുക്ക് ലഭിക്കാനുള്ളത് സ്വാഭാവികമായും വന്നു ചേരുകയും ചെയ്യും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം മിഥ്യായദ്വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി കാചാ നിർവചനീയ മായാ കിം കൽപ്പിതം ദ്വൈതം. കിം മിഥ്യായദ്വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി കാചാ നിർവചനീയ മായാ കിം കൽപ്പിതം ദ്വൈതം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. മിഥ്യ എന്നാൽ ഇല്ലാത്തത് എന്നല്ല. ഉണ്ടെന്ന് തോന്നുന്നതും പരമാർത്ഥത്തിൽ ഇല്ലാത്തതുമാണ് മിഥ്യ. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 51 ശ്ലോകത്തിൽ എന്താണ് മിഥ്യ എന്ന് ചോദിക്കുമ്പോൾ ആചാര്യൻ പറയുന്ന ഉത്തരം മിഥ്യ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്നതാണ് മിഥ്യ എന്നാണ്. ഇതിനെക്കുറിച്ചാണ് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 58 ശ്ലോകങ്ങളാണ് പഠിച്ചത്. സത്യം എന്താണെന്ന ചോദ്യത്തിന് ബ്രഹ്മമാണെന്ന് മറുപടി പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചു. അപ്പോൾ പിന്നെ മിഥ്യ എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. കിം മിഥ്യായത് വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി കാചാ നിർവചനീയ മായാ കിം കൽപ്പിതം ദ്വൈതം. കിം മിഥ്യായത് വിദ്യാനാശ്യം തുച്ഛം തു ശശവിഷാണാദി കാച അനിർവചനീയ മായാ കിം കൽപ്പിതം ദ്വൈതം. കിം മിഥ്യ, മിഥ്യ എന്താണ്? എന്താണ് മിഥ്യ? ഇതാണ് ചോദ്യം. സാമാന്യമായി മിഥ്യാശബ്ദത്തിനർത്ഥം ഇത് അസദ്ഭാസമാനം എന്നാണ്. ഉണ്ടെന്ന് പ്രകാശിക്കപ്പെടുന്നു, ഉണ്ടെന്നറിയപ്പെടുന്നു, പക്ഷേ പരമാർത്ഥത്തിലില്ല. അപ്പോൾ പരമാർത്ഥത്തിലില്ലെങ്കിലും ഉണ്ടെന്ന് പ്രകാശിപ്പിക്കപ്പെടുന്നത് ഏതോ അതാണ് മിഥ്യ. സാന്ദർഭികമായി പറയട്ടെ, ഏതൊരു ശാസ്ത്രത്തിനും അതിൻ്റെതായ സവിശേഷ സമ്പ്രദായങ്ങൾ, സങ്കേതങ്ങളൊക്കെയുണ്ട്. ആ സമ്പ്രദായങ്ങളിലൂടെ വേണം ആ ശാസ്ത്രം പഠിക്കേണ്ടത്. അത് വേദാന്തം എന്ന് മാത്രം പറയുന്നില്ല, ഏത് ശാസ്ത്രമായാലും അതത് ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതത് ശാസ്ത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങളെ, പദങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വിഷമമായിരിക്കും. ഇത് പറയാൻ കാരണം, സാമ്പ്രദായികമായിട്ടല്ലാതെ വേദാന്തം പഠിക്കുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്ന പലരും വേദാന്തത്തെക്കുറിച്ച് പല പരികൽപ്പനകൾ ചെയ്യും. അങ്ങനെ പലരും മിഥ്യ എന്നുള്ളതിന് ഇല്ലാത്തത്, അസത്യം എന്നർത്ഥം കൽപ്പിക്കാറുണ്ട്. അവരത് കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണ ലൗകിക ഭാഷയിൽ സത്യം എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് മിഥ്യ. സത്യം മിഥ്യ. അപ്പോൾ സത്യം ഉള്ളത്, മിഥ്യ ഇല്ലാത്തതെന്നർത്ഥം കൽപ്പിക്കും. വേദാന്തത്തിൽ ഇല്ലാത്തതെന്നല്ല മിഥ്യയ്ക്ക് അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ തെറ്റും. സദ്ഭിന്നമായിട്ടില്ലാത്തത് എന്നാണ്. എന്താണോ അടിസ്ഥാനമായ സത്യം, അതിൽ നിന്ന് ഭിന്നമായിട്ടില്ലാത്തതാണ് മിഥ്യ. അതേ സമയത്ത് ഉണ്ടെന്ന് ഭാസിക്കപ്പെടുന്നു, ഉണ്ടെന്ന് പ്രകാശിക്കപ്പെടുന്നു, അറിയപ്പെടുന്നു, അനുഭവിക്കപ്പെടുന്നു. മിഥ്യയിൽ ഉൾപ്പെട്ടിട്ട് വ്യാവഹാരിക സത്യവും പ്രാതിഭാസിക സത്യവുമുണ്ട്. കേവലം പ്രതിഭാസത്തിൽ മാത്രമുള്ള സത്യം, മരുഭൂമിയിൽ ജലമുണ്ടെന്ന കാഴ്ച, മന്ദമായ പ്രകാശത്തിൽ ഒരു മരത്തിൻ്റെ കുറ്റി കണ്ടപ്പോൾ അതൊരു മനുഷ്യൻ ഇരിക്കുകയാണോ എന്ന ഭ്രമം, അതൊക്കെ പ്രാതിഭാസിക സത്യത്തിന് ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ വ്യാവഹാരിക സത്യമുണ്ട്. മണ്ണ്, മൺകുടം, അല്ലെങ്കിൽ സ്വർണം, സ്വർണ്ണാഭരണം തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളിൽ സ്വർണം സ്വർണമായിരിക്കെ തന്നെയാണ് സ്വർണ്ണാഭരണമായിട്ട് കാണപ്പെടുന്നത്. സ്വർണം ഒരിക്കലും സ്വർണ്ണാഭരണം ആയിട്ടില്ല, സ്വർണ്ണമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ നാമരൂപങ്ങളുടെ അഭിവ്യക്തിയിൽ അത് സ്വർണ്ണാഭരണമുള്ളതായിട്ട് മനസ്സിലാക്കപ്പെടുന്നു. വ്യവഹാരസിദ്ധിയുണ്ട്. വള കയ്യിലിടാം, കഴുത്തിലിടാൻ പറ്റില്ല, കഴുത്തിലിടാൻ മാല വേണം. അപ്പം വ്യവഹാരത്തിന് വ്യത്യാസമുണ്ട്, ഭാവത്തിന് വ്യത്യാസമുണ്ട്, നാമത്തിന് വ്യത്യാസമുണ്ട്. അതൊക്കെ ഉള്ളതാണ്. എന്നാൽ പരമാർത്ഥത്തിൽ സ്വർണ്ണ ഭിന്നമായിട്ട് സ്വർണ്ണാഭരണമില്ല. ഒരു പവൻ സ്വർണ്ണാഭരണം നമ്മൾ തൂക്കിക്കഴിഞ്ഞാൽ അത് ഒരു പവൻ സ്വർണ്ണമാണ്. അവിടെ ആഭരണം എന്നുള്ളതിന് തൂക്കമില്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യാവഹാരികവും പ്രാതിഭാസികവുമായി ഉള്ളതായി കാണപ്പെടുന്നത്, എന്നാൽ അധിഷ്ഠാനമായ സദ്വസ്തു എന്താണോ അതിൽ നിന്ന് ഭിന്നമായിട്ടില്ലാത്തത്, അതിന് പറയുന്ന പേരാണ് മിഥ്യ. അല്ലാതെ ഒരിക്കലും ഇല്ലാത്തത് നല്ല അർത്ഥം. ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചം അനുഭൂതമാകുന്നുണ്ടല്ലോ. അപ്പം ഇല്ലാത്തതല്ല, ഉണ്ടെന്ന് ഭാഷിക്കപ്പെടുന്നത് സദ്ഭിന്നമായിട്ടില്ലാത്തത്.
ഇവിടെ എന്താണ് മിഥ്യ എന്നുള്ള ചോദ്യത്തിന് വളരെ വിചാരജനകമായിട്ടാണ് ഉത്തരം പറയുന്നത്. യദ് വിദ്യാനാശ്യം, വിദ്യ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത് എന്തോ അതാണ് മിഥ്യ. ഒന്നുകൂടി പറയാം, വിദ്യ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത്, നശിപ്പിക്കപ്പെടേണ്ടതാണ് മിഥ്യ. യഥാർത്ഥമായ അറിവുണ്ടാകുമ്പോൾ മിഥ്യ നശിച്ചു പോകുന്നു, മിഥ്യ ഇല്ലെന്ന് മനസ്സിലാവുന്നു. നല്ല പ്രകാശത്തിൽ നിരൂപണം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കയറിൽ കാണപ്പെട്ട പാമ്പില്ല, മരക്കുറ്റിയിൽ കാണപ്പെട്ട മനുഷ്യനില്ല, അത് മരക്കുറ്റി മാത്രമായിരുന്നു. അഥവാ മൺപാത്രം എന്നതിൽ നാമരൂപാത്മകത വ്യാവഹാരികമായി ഉണ്ടെന്ന് അംഗീകരിക്കെ തന്നെ വസ്തു അവിടെ മണ്ണല്ലാതെ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഈ ഒരു അറിവ് കൊണ്ട് ഏത് ഭാവമാണോ നശിച്ചു പോകുന്നത്, ഇല്ലാതായി പോകുന്നത്, ബാധിച്ചു പോകുന്നത്, അതാണ് മിഥ്യ. അപ്പം അസത്വേ സതി ഭാസമാനത്വം, പാരമാർത്ഥികമായി ഇല്ലെന്നിരിക്കെ ഉണ്ടെന്ന് പ്രകാശിക്കുന്നതാണ് മിഥ്യാത്വം. ആ മിഥ്യാത്വത്തെ ഇവിടെ സാധനയ്ക്ക് പ്രേരണ നൽകും വിധം പറയുകയാണ് വിദ്യാനാശ്യം, വിദ്യയാൽ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യണം എന്നർത്ഥം, ശരിയായ ജ്ഞാനം നേടണം എന്നർത്ഥം. ആ ശരിയായ ജ്ഞാനത്തിലൂടെ മിഥ്യാദർശനം ഇല്ലാതാകും. അതാണ് കിം മിഥ്യ യത് വിദ്യാനാശ്യം. വിദ്യാനാശ്യമായത് എങ്ങനെയുള്ളതാണ് തുടർന്ന് പറയുന്നു, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശംഖം ചക്രം കപാലം ത്രിശിഖസുമസലൗ തർജനീം ചാപബാണൗ ബിഭ്രാണാം ബാഹുദണ്ഡൈ ശിശിരകരലസത്പിംഗ കോടീരഭാരം ദേവീം ഭിന്നാജ്ഞനാഭാം വികടമുഖസദ്ഘോരദംഷ്ട്രാം ത്രിനേത്രാം ദുർഗാം ഭോഗീന്ദ്രഭൂഷാം വിബുധമുനിനതാം ഘോരരൂപാം നമാമി. ദേവകീസുതനാം മുകുന്ദ ഏഴകൾക്കെന്നും തുണയേകണേ. ദേവകീസുതനാം മുകുന്ദ ഏഴകൾക്കെന്നും തുണയേകണേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. യാദവ ശ്രേഷ്ഠ